സിബി അടുത്ത ആഴ്ചയിൽ ഒരു ഗിഫ്റ്റിനെ കുറിച്ച് സംസാരിച്ചു. കൗണ്ടറിൽ പേര് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അഡ്വക്കേറ്റ് പോൾ മാത്യു പറഞ്ഞത്, ഇവിടെ നിങ്ങളുടെ അടുക്കൽ വരുന്ന കുഞ്ഞുങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി കൊടുത്താൽ അടുത്ത ആഴ്ച നിങ്ങളെ ഫോൺ വിളിച്ച് ചോദിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം ഫെസിലിറ്റിയുടെ വക ഒരു ഗിഫ്റ്റ് ഓരോ കുടുംബത്തിനും തരുവാനായിട്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ പോൾ മാത്യു ഓക്കെ, കുഞ്ഞുങ്ങൾ റെഡിയാണെങ്കിലും ഇടയ്ക്ക് കളക്ട് ചെയ്തു പ്രൈസ് കാർ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ ആ പേപ്പറിൽ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ദൈവ സ്തോത്രം. നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ചോദിക്കുന്നത് ഒരു കുടുംബത്തിന് 2 ഗിഫ്റ്റ് തരാനില്ല, ഒരു കുടുംബത്തിന് 1 ഗിഫ്റ്റേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയാൽ ഞങ്ങൾക്ക്, ഹസ്ബൻഡ് എഴുതിയാലും വൈഫ് എഴുതിയാലും രണ്ടും കൂടെ ചേർക്കുമ്പം ഒരു കുടുംബമാണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഒരു ഫാമിലിക്ക് ഒരു ഗിഫ്റ്റ് വെച്ച് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ വാങ്ങിക്കൊണ്ട് അടുത്ത ചൊവ്വാഴ്ച പോകാവുന്നതാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 2013 നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഈ 1-ാം തീയതി തന്നെ ദൈവസന്നിധിയിൽ ചേർന്ന് വരുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാനൊക്കെയും ദൈവം നമുക്ക് തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. കുഞ്ഞുങ്ങൾ അടുത്ത് വരുമ്പോൾ കടലാസ് വേണ്ട ഒരു കൈ പൊക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് തരും. ഒരു 1-2 റൗണ്ട് പിള്ളേർ നടന്നാൽ മതി. നിങ്ങൾ ചുറ്റി കുറേ നേരം നടക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ നടക്കുക, കുറച്ച് നിന്നിട്ട് 3 പ്രാവശ്യം. ഇന്നത്തെ രാത്രി ഈ 1-ാം തീയതി മുതൽ നമ്മൾ ചിന്തിക്കുന്നത്, ഇവിടെ നിന്ന് കേട്ടിട്ട്, ഈ 1-ാം തീയതി മുതൽ നമ്മൾ ചിന്തിക്കുന്നത് യെശയ്യാ പ്രവചനത്തിൽ 34 മുതലുള്ള അധ്യായങ്ങളാണ്. 34 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളാണ് ഈ ജനുവരി മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ നമ്മൾക്ക് വായിക്കാനും പ്രതിദിന ധ്യാനത്തിനുമായിട്ട് ഉള്ളത്. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ഈ ഏജകളിൽ വരുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവവചനത്തിൻ്റെ റെഗുലറായിട്ടുള്ള വായനയും ധ്യാനവും നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹങ്ങൾ കൊണ്ടുവരാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മൾ ഈ പഠനം ആരംഭിക്കുകയാണ്. ഇതൊരു പഠിപ്പിക്കലല്ല, വ്യക്തിപരമായിട്ടുള്ള ഒരു പഠനമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവചനം 35-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് വായിക്കാം. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവിൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ വാക്യത്തിൽ യെശയ്യാവ് പറയുന്നത്, മനോഭീതിയുള്ളവരോട് ദൈവത്തിന്റെ സ്തോത്രം ചില കാര്യങ്ങൾ പറയണം. എന്തിനാ? അവരുടെ ഭീതി മാറാൻ, മനോഭീതി മാറാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര കാര്യം പറയണമെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നമ്മൾ എണ്ണിയാൽ 6 കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞു. 6 കാര്യങ്ങൾ അവരോട് പറയണം. പ്രൈസ് ഗോഡ്. 1, ധൈര്യപ്പെടുവീൻ. 2, ഭയപ്പെടേണ്ട. 3, ഇതാ നിങ്ങളുടെ ദൈവം. പ്രൈസ് ഗോഡ്. 3, ഇതാ നിങ്ങളുടെ ദൈവം. 4, പ്രതികാരം വരുന്നു. 2, ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു. പ്രൈസ് ഗോഡ്. 5, 6, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സച്ചിൻ്റെ ഗെയിനാണ്. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. പ്രൈസ് ഗോഡ്. ഈ 2013 എൻ്റെ കർത്താവ് വന്ന് എന്നെ രക്ഷിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ കേട്ട് വിശ്വസിച്ച് ബലപ്പെട്ട് നിങ്ങൾ മടങ്ങിപ്പോകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് വന്ന് എന്നെ, ഈ മോണിറ്ററിന് വോളിയം കൂട്ടിയിട്ട് ഗെയിൻ, കർത്താവ് വന്ന് എന്നെ രക്ഷിക്കും. പ്രൈസ് ഗോഡ്. കർത്താവ് വന്ന് എന്നെ രക്ഷിക്കും. പ്രൈസ് ഗോഡ്. വേറെ ഒരു മനുഷ്യനും എന്നെ രക്ഷിക്കണ്ട. കർത്താവ് വന്ന് എന്നെ രക്ഷിച്ചാൽ മതിയെന്ന് ഈ 1-ാം തീയതി തീരുമാനമെടുക്കാൻ പറ്റുമോ? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സഹായിക്കാൻ കഴിയാത്ത പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്
നല്ലത്. 118 സങ്കീർത്തനത്തിലാണ് ആ വാക്യം കിടക്കുന്നത്. ഒന്ന് വായിച്ച്. 118 സങ്കീർത്തനം 8-9 വാക്യങ്ങൾ. 118 സങ്കീർത്തനം 8-9 വാക്യങ്ങൾ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ രണ്ട് വാക്യങ്ങൾക്ക് വേദപുസ്തകത്തില് വേദപണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണെന്നറിയാമോ? വേദപുസ്തകത്തിലെ മധ്യവാക്യങ്ങളാണ്. പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിൽ ഉള്ള ഏറ്റവും മധ്യത്തിലുള്ള വാക്യം ഏതെന്ന് ചോദിച്ചാൽ 118 സങ്കീർത്തനത്തിലെ ഈ രണ്ട് വാക്യങ്ങളാണ്. അതിൻ്റെ ഇപ്പുറത്തുള്ള വാക്യങ്ങളും അതിൻ്റെ മുൻപോട്ടുള്ള വാക്യങ്ങളും പുറകോട്ടുള്ള വാക്യങ്ങളും കൂടി ചേരുമ്പോൾ വേദപുസ്തകമാകും. ഇന്ന് രാത്രി ഹല്ലേലൂയ, വേദപുസ്തകത്തിൻ്റെ മധ്യഭാഗത്തിലുള്ള ഒരാശയമാണ് ഞാൻ മനുഷ്യപുത്രനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും. പ്രൈസ് ഗോഡ്. സഹായിക്കാൻ കഴിയാത്ത പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഞാൻ യഹോവയിൽ ആശ്രയിക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ വാക്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കരം ഉയർത്തിക്കൊണ്ട് പറയാമോ? യേശുവിൽ ഞാൻ ഇന്നു മുതൽ ആശ്രയിക്കും. യേശുവിൽ ഞാൻ ഇന്നു മുതൽ ആശ്രയിക്കും. യേശുവിൽ ഞാൻ ഇന്നു മുതൽ ആശ്രയിക്കും. പൗലോസ് വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ടിരിക്കുന്ന വേറെ ഒരു നാമവുമില്ല. ആ യേശുവാണ് ഇന്നു മുതൽ നിന്റെ വിഷയത്തിന് പരിഹാരം വരുവാൻ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കാൻ നീ ഏറ്റു പറഞ്ഞത്. ആ യേശു വന്ന് വിടുവിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിൻ്റെ ഈ വാക്യത്തിൻ്റെ 4-ാം വാക്യത്തിൻ്റെ മേളിലോട്ടുള്ള വാക്യങ്ങളും താഴോട്ടുള്ള വാക്യങ്ങളും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നമ്മളൊന്ന് പഠിക്കാൻ പോവുകയാണ്. ആകെ 10 വാക്യമേ ഉള്ളൂ. 3 വാക്യം മേളിൽ, 6 വാക്യം താഴെ. ഈ 10 വാക്യങ്ങൾ ഇന്ന് പഠിക്കുമ്പം ദൈവത്തിന്റെ സ്തോത്രം. ഇതിനകത്ത് 1-2 വാക്യങ്ങൾ. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോന്റെ മഹത്വവും കാർമേലിൻ്റെയും ഷാരോൻ്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മരുഭൂമി, വരണ്ട നിലം, നിർജ്ജന പ്രദേശം. പ്രൈസ് ഗോഡ്. 3 കാറ്റഗറി ആയിട്ട് ദൈവ സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രയോജനമില്ലാത്ത സ്ഥലങ്ങളെ വീണ്ടും തിരിച്ചിരിക്കുകയാണ്. ഗുണം പിടിക്കാത്ത സ്ഥലങ്ങളെ, പ്രയോജനമില്ലാത്ത സ്ഥലങ്ങളെ ദൈവജനത്തിന് വേണ്ടി 3 പിന്നെയും തിരിച്ചിരിക്കുകയാണ്. 1 മരുഭൂമി, 2 വരണ്ട നിലം, 3 നിർജ്ജന പ്രദേശം. ഇത് 3 കൂടെ കൂടുന്നത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പ്രൈസ് ഗോഡ് എവിടെയാണോ അവിടെ എന്ന് പറഞ്ഞാൽ മരുഭൂമി മാത്രമായിരുന്നെങ്കിൽ, ഞാൻ പറയട്ടെ, ഇന്ന് ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ മരുഭൂമിയിലൊക്കെ നല്ല ഒന്നാന്തരം ഉദ്യാനങ്ങളും മറ്റും എല്ലാം ഉണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുൻപ്, ഒരു 10-60 വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിൽ ചില സ്ഥലത്തൊക്കെ ഈ ഉദ്യാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂക്കളുണ്ടായിരുന്നു, പുല്ലുണ്ടായിരുന്നു, മരങ്ങളുണ്ടായിരുന്നു, ചെടികളുണ്ടായിരുന്നു, വൃക്ഷങ്ങളുണ്ടായിരുന്നു. എവിടെയാണെന്നറിയാമോ? ചില മരുഭൂമിയിൽ കൂടെ തന്നെ ചില നീരുറവുകൾ കാണും. പുതിയ പുറപ്പാട് പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. മോശയുടെ നേതൃത്വത്തിൽ മടങ്ങി വരുന്ന ജനം എലീമിലെത്തിയപ്പോൾ അവിടെ 12 നീരുറവും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പം മരുഭൂമിയിൽ ഈന്തപ്പന ഉണ്ടാകും, നീരുറവും ഉണ്ടാകും. എലീമിലുണ്ടായിരുന്നു. മരുഭൂമിയാണ്, പേര് മരുഭൂമി എന്നാണ്, പക്ഷേ നീരുറവുണ്ട്, ഈന്തപ്പനയുണ്ട്, അവിടെ ആളുമുണ്ട്. സ്തോത്രം. ഇനി വരണ്ട നിലം. പ്രൈസ് ഗോഡ്. വരണ്ട നിലം എന്ന് പറഞ്ഞാൽ ഡ്രൈ ലാൻഡ്. പ്രൈസ് ഗോഡ്. മരുഭൂമിയിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ
ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ട് ഡ്രൈ ലാൻഡ്സ്, വരണ്ട നിലങ്ങൾ. അത് മരുഭൂമി, വരണ്ട നിലം. വരണ്ട നിലമെന്ന് പറയുന്നത് വെള്ളമുണ്ടെങ്കിൽ കൃഷി ചെയ്യാം. പ്രൈസ് ഗോഡ്. മഴക്കാലത്ത് വരണ്ട നിലത്ത് എന്തെങ്കിലും കൃഷി ചെയ്യാൻ സാധിക്കും. പ്രൈസ് ഗോഡ്. അവിടെയും കൃഷി ചെയ്യുന്ന സമയത്ത് ആൾ കാണും. പക്ഷെ മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, നിർജ്ജന പ്രദേശം. നിർജ്ജന പ്രദേശം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിർജ്ജന പ്രദേശത്തിൻ്റെ പ്രത്യേകത, അവിടെ മഴ പെയ്താലും ആൾ കാണത്തില്ല, നീരുറവുണ്ടെങ്കിലും ആൾ കാണത്തില്ല. പ്രൈസ് ഗോഡ്. ഈന്തപ്പനയുണ്ടെങ്കിലും ആൾ കാണത്തില്ല. എന്തുകൊണ്ടോ? ശപിക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ദൈവ സ്തോത്രം, ഹല്ലേലൂയ. ഇത് ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഇതിന് തുല്യമായ ചില അനുഭവങ്ങളുള്ള ഒത്തിരി ആളുകളുണ്ട്. ഉദാഹരണം പറയാം. റോഡ് സൈഡിലെ വീടാണ്, മതിൽക്കെട്ടുണ്ട്, ഗേറ്റുണ്ട്, മതിൽക്കെട്ടിനകത്ത് മനോഹരമായ ഒരു ബിൽഡിംഗ് ഉണ്ട്, 4-5 ബെഡ്റൂമുണ്ട്, അടുക്കളയുണ്ട്, ഡൈനിങ് ഹാളുണ്ട്, ഡ്രോയിങ് ഹാളുണ്ട്, സിറ്റ് ഔട്ടുണ്ട്, സ്റ്റോറുണ്ട്, വർക്ക് ഏരിയയുമുണ്ട്. പ്രൈസ് ഗോഡ്. ബെഡ്റൂം എല്ലാം അറ്റാച്ച്ഡാണ്. ദൈവത്തിന് സ്തോത്രം. പുറത്തൂടെ കോണിയുണ്ട്, അകത്തൂടെ കോണിയുണ്ട്, 2ാം നിലയുണ്ട്, 3ാം നിലയുണ്ട്, ചിലപ്പോൾ കിണറുണ്ട്, പൈപ്പുണ്ട്. പക്ഷേ മനുഷ്യനില്ല. ഇവിടെ താമസിക്കാൻ വയ്യ. താമസിച്ചവർക്കൊന്നും ഗുണമുണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള പല വീടുകളും എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. പ്രൈസ് ഗോഡ്. നമ്മളതിനെ പറയുന്നത് ശാപം കിട്ടിയ വീട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനത്തെ ഏതെങ്കിലും വീട് നിങ്ങളുടെ നാട്ടിലോ നിങ്ങൾ താമസിക്കുന്നതിനടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലോ വരുന്നുണ്ടെങ്കിൽ കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. കുറച്ച് പേരുണ്ട്. പ്രൈസ് ഗോഡ്. കാരണം ഇങ്ങനെയുള്ള വീടുകൾ അധികമില്ല. നിങ്ങളെന്താ ഇന്ന് പുതുതായിട്ടുണ്ടാകുന്ന ചെയ്തത്? പ്രൈസ് ഗോഡ്. ഇങ്ങനെയുള്ള വീടുകൾ ഇന്ന് വല്ല സ്ഥലത്തും ഒരെണ്ണമൊക്കെ കാണത്തുള്ളൂ. എനിക്കൊരു 1-2 വീടുകൾ അറിയാം. അവിടെ മനുഷ്യൻ താമസിക്കത്തില്ല. ഒരു മനുഷ്യനത് വിൽക്കാമെന്ന് വെച്ചാൽ അത് ആർക്കും വേണ്ട. പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ള വീടുകളെ പ്രൈസ് ഗോഡ് ആ ചാനൽ